ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 26 മുതൽ 30 വരെയുള്ള ശ്ലോകമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അതിൽ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ചിലർ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു എന്നും മറ്റു ചിലർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നും പറഞ്ഞു. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമാകുന്ന മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നും ചിലർ സ്വയം പ്രതിജ്ഞാബദ്ധരായി തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു എന്നും മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗ യോഗ പരിശീലനത്താലും അതീന്ദ്രിയജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. വേറെ ചിലർ ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസ നിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരായി തീരുകയാണ്. വേറെ ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. ഈ യോഗികൾ എല്ലാവരും തന്നെ യജ്ഞത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായും ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ്. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു എന്നുവരെയാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുന്നു 31-ാമത്തെ ശ്ലോകത്തിൽ, ന അയം ലോകോ അസ്ത്യ അജ്ഞസ്യ കുതോ അന്യകുരു സത്തമാ. ന അയം ലോകോ, ഈ ലോകത്തിൽ ഇല്ല. എന്താണില്ലാത്തത്? അസ്ത്യ, നിലനിൽപ്പില്ല. ആർക്കാണ് നിലനിൽപ്പില്ലാത്തത്? അയജ്ഞസ്യ, യജ്ഞം അനുഷ്ഠിക്കാത്തവന് ഈ ലോകത്തിൽ തന്നെ നിലനിൽപ്പില്ല. യജ്ഞം എന്ന് പറയുമ്പോൾ ഹോമം എന്ന് അർത്ഥമാക്കരുത്. നമ്മൾ ഈ കലിയുഗത്തിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ യജ്ഞം എന്ന് പറയുന്നത് നാമജപയജ്ഞമാണ്, നാമസങ്കീർത്തന യജ്ഞങ്ങളാണ്, അതിഥി പൂജ ഒരു യജ്ഞമാണ്. ഇതെല്ലാം യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ താൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന് വേണ്ടിയുള്ളതാണ് എന്ന അറിവ്, അതാണ് യജ്ഞം, ജ്ഞാനം. ആ ജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ യജ്ഞമാണ്. അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരുത്തന് ഈ ലോകത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കുതോ അന്യകുരു സത്തമ, പിന്നെ എങ്ങനെയാണ് ഹേ കുരുശ്രേഷ്ഠ അവന് അന്യലോകത്തിൽ, അതായത് ഉപരിലോകങ്ങളിൽ, സ്വർഗത്തിലോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഏതെങ്കിലും ലോകങ്ങളിലോ വസിക്കുന്നതിന് അർഹതയില്ല. ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ അർഹതയില്ലാത്തവൻ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുള്ള വിവിധ തരം യജ്ഞങ്ങൾ, അതിൽ യോഗികൾ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്. ഗൃഹസ്ഥർക്ക് അതൊന്നും വേണമെന്നില്ല, നാമജപം മാത്രം മതി. ഇങ്ങനെ ഒന്നും ചെയ്യപ്പെടാത്ത ആളുകൾ സർവപ്രാണികൾക്കും സാധാരണമായിരിക്കുന്ന ഈ ലോകം കൂടി ലഭിക്കുകയില്ല. അപ്പോൾ പിന്നെ വിശിഷ്ട സാധനാസാധ്യങ്ങളായിട്ടുള്ള പ്രത്യേകിച്ചുള്ള സാധനങ്ങൾ വേണ്ട. ഭഗവാനെ പൂർണ്ണമായും മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ ഗ്രഹങ്ങളും വെടിഞ്ഞിരിക്കുന്ന ആത്മസാക്ഷാത്കാരം ലഭിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിൽ ലഭിക്കുന്ന രാജ്യങ്ങൾ എങ്ങനെയാണ് അവന് ലഭിക്കുക എന്ന് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്. യോഗത്തിൻ്റെ വഴികൾ അനുഷ്ഠിക്കാത്ത, ഭഗവാനാണ് സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത് എന്ന ബോധമില്ലാത്ത, ആത്മീയമായി തീവ്രമായ ഉയർച്ച ആഗ്രഹിക്കാത്ത, എനിക്ക് ആത്മീയമായ ഒരു ഉയർച്ച വേണം, എങ്ങനെയെങ്കിലും ജീവിക്കണം, പാർട്ടികളിൽ പോയി ആഘോഷിച്ച് ജീവിക്കണം എന്നുള്ള ചിന്ത അല്ലാതെ ആത്മീയമായി എനിക്ക് കുറച്ച് ഉയരണം എന്ന ചിന്ത ആഗ്രഹിക്കാത്ത, ചിത്തസംയമനത്തിനു വേണ്ടി പോരാടാതെ ഇരിക്കുന്ന, തൻ്റെ മനസ്സിനെ അടക്കണം. മനസ്സ് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തു നിന്നും പോയി മാലിന്യങ്ങൾ പെറുക്കി കൊണ്ടുവരികയാണ്. ഏറ്റവും മോശമായ സ്ഥലത്ത് പോലും പോയി മാലിന്യങ്ങൾ പെറുക്കി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈ ഇന്ദ്രിയങ്ങളെ എനിക്കൊന്ന് അടക്കി നിർത്തണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരുവന് യഥാർത്ഥമായിട്ടുള്ള പരിത്യാഗത്തിൻ്റെ ആനന്ദ ആശ്ലേഷം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. യജ്ഞരൂപത്തിൽ അല്ലാതെ
സ്വാർത്ഥമോഹിതനായി കർമ്മം ചെയ്യുന്ന ഒരുവന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. കർമ്മത്തിന് ചെയ്യുന്നതിൽ ആഗ്രഹം, ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടിയുണ്ട്. കർമ്മണ്യേവധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുഭൂ മാ തേ സംഗോ കർമ്മണി. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല എന്നും പറഞ്ഞു. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ നീ ഒഴിയാനും ആഗ്രഹിക്കരുത്. അതാണ് ഇവിടെയും പറയുന്നത്. സ്വാർത്ഥമോഹിതനായി കർമ്മം ചെയ്യുന്ന ഒരുവന് ശാന്തിയോ സുഖമോ അനുഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കീശ നിറയ്ക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കണം, എൻ്റെ എന്നുള്ള ചിന്താഗതിയാണ് സ്വാർത്ഥത. അങ്ങനെ ആ ചിന്ത ഇല്ലാതെയെല്ലാം ഭഗവാന് വേണ്ടിയാണ് എന്ന ചിന്ത വരാതെയിരിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നും തന്നെ അവന് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള സുഖവും അനുഭവിക്കാൻ ഇടയാകുന്നില്ല. അവൻ ഈ ലോകം തന്നെ നഷ്ടപ്പെടുന്നു. ശാന്തി എന്തെന്ന് അറിയാത്ത ഈ ജന്മം ഒടുങ്ങുന്ന ഒരുവന് എങ്ങനെയാണ് ഉപരിലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ അർജുനന് ഏത് യജ്ഞം നടത്തണം എന്നുള്ള സംശയം ഉണ്ടാകണ്ട എന്ന് കരുതി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഏവം ബഹുവിധാ യജ്ഞ വിദദാ ബ്രാഹ്മണോ മുഖേ കർമ്മജാൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാ യജ്ഞ, ഇപ്രകാരം പല വിധത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. വിദദ ബ്രാഹ്മണോ മുഖേ, ഇവയെല്ലാം തന്നെ വേദമുഖത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുമുണ്ട്. കർമ്മജാൻ വിധിത്താൻ സർവാൻ, താൻ സർവാൻ, ഇവയെല്ലാം തന്നെ കർമ്മങ്ങളിൽ ഉണ്ട് എന്ന് നീ ധരിച്ചാലും ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ, ഇങ്ങനെ അറിഞ്ഞാൽ നിനക്ക് മോക്ഷം ലഭിക്കും. അല്ലാതെ താൻ ഈ യുദ്ധത്തിന് വന്നിരിക്കുകയാണല്ലോ, നിരവധി ആളുകളെ വധിക്കപ്പെടേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ നിന്റെ കർമ്മത്തിൽ മാത്രം നീ ഉറച്ചു നിന്നാൽ മതി, നിനക്ക് മോക്ഷം ലഭിക്കും. യജ്ഞങ്ങൾ അനേക തരത്തിലുണ്ട്. അവയെക്കുറിച്ച് വിശദമായി വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കർമ്മജാൻ വിധിതാൻ സർവാൻ, കർമ്മജാൻ കർമ്മങ്ങളിൽ നിന്നാണ്, ദേഹം വാക്ക് മനസ്സ് ഇവയുടെ പ്രവൃത്തിയായിട്ടുള്ള കർമ്മത്തിൽ നിന്നാണ് യജ്ഞങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നിന്റെ കർമ്മം തന്നെ നീ ശ്രദ്ധിച്ചാൽ മതി. വേറെ വലിയ യജ്ഞങ്ങളൊന്നും നടത്താൻ നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ ഉണ്ട് എന്നിരിക്കലും നിന്റെ കർമ്മത്തിൽ നീ ശ്രദ്ധിക്കൂ. ആ കർമ്മം യാതൊരു വിധത്തിലുള്ള ഫല ആഗ്രഹങ്ങളും കൂടാതെ ഭഗവാനു വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നീ ചെയ്യേണ്ടത്. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് മോക്ഷം ലഭിക്കും. അതിനുശേഷം ഭഗവാൻ പറയുന്നു, ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞപരം തപ സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത്, ശ്രേയാൻ ശ്രേഷ്ഠമാണ്. എന്താണ് ശ്രേഷ്ഠമായത്? ദ്രവ്യമയാത്, ഭൗതിക വസ്തുക്കളുടെ യജ്ഞാത്, ഭൗതിക വസ്തുക്കളുടെ യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞപരം തപ, ജ്ഞാനയജ്ഞം പരന്തപ. അല്ലയോ അർജുന, ജ്ഞാനയജ്ഞമാണ് ദ്രവ്യയജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് നീ മനസ്സിലാക്കിയാലും. സർവം കർമ്മ അഖിലം പാർത്ഥ, എല്ലാം, സർവം എല്ലാം, കർമ്മ അഖിലം, അഖിലം പാർത്ഥ സമഗ്രഭാവത്തിൽ കർമ്മമാണ് അർജുന. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനമാണ്. ആ ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജ്ഞാനയജ്ഞമാണ് ഏറ്റവും പ്രധാനമെന്ന് നീ മനസ്സിലാക്കിയാലും. ജ്ഞാനേ പരിസമാപ്യതേ, എല്ലാവിധത്തിലുള്ള യജ്ഞങ്ങളും ജ്ഞാനത്തിലാണ് സമാപിക്കുന്നത്. നമ്മൾ യജ്ഞാവശിഷ്ടം എന്ന് പറയാറുണ്ടല്ലേ. എന്താ യജ്ഞാവശിഷ്ടം? യജ്ഞത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. യജ്ഞത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം ഭുജിക്കുവാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള യജ്ഞത്തെക്കാളും നീ വിചാരിക്കുന്നുണ്ടാകും നിനക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, ഇതെല്ലാം ദാനം ചെയ്താൽ കൂടിയും നിനക്ക് മോക്ഷം പ്രാപിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ട് എങ്കിലും അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠം ജ്ഞാനയജ്ഞമാണ് എന്ന് നീ മനസ്സിലാക്കിയാലും. എന്തുകൊണ്ടാണ് ഭഗവാൻ ദ്രവ്യയജ്ഞത്തെക്കുറിച്ച് പറയുന്നത്? ദ്രവ്യയജ്ഞം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പശുക്കൾ,
സ്വർണം, ഭൂമി, രാജ്യം തന്നെയും അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടത് അത് ദാനമായി കൊടുക്കുന്നതാണ് ദ്രവ്യയജ്ഞം. പക്ഷേ ഇതിലൊരു ചിന്ത വരാം, മനസ്സിൽ ഒരു ഭോഷ്ക് വരാം, തനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത വരാം. അതുപോലെ തന്നെ ധൂർത്ത് കാണിക്കാം. ഇതെല്ലാം ഈ ദ്രവ്യയജ്ഞത്തിൽ പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. തനിക്ക് ഒരുപാട് വസ്തുവകകളും ദാനം ചെയ്യാനുള്ള സമ്പത്തുമുണ്ടെന്നുള്ള മോഹം, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകാവുന്നതിനാലാണ് ദ്രവ്യയജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ദ്രവ്യം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാകാം, പ്രവൃത്തിയുടെ ഫലം കൊണ്ടാകാം, കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാകാം, ഇങ്ങനെ പല രീതിയിലും പൂർവിക സ്വത്തായിട്ടാകാം, ഇങ്ങനെ പല രീതിയിലും ലഭിക്കുന്നതാണ് ദ്രവ്യം. എന്നാൽ ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അറിവായിട്ടുള്ള ജ്ഞാനം, ഒരു ചെറിയ തീപ്പൊരി കിട്ടിയാൽ, വളരെ ചെറിയ ഒരു തീപ്പൊരി നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ അതിനെ ഊതി ഊതി ആ ഹോമദ്രവ്യം, എന്താണ് ഹോമദ്രവ്യം? ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഹോമദ്രവ്യം അകത്തേക്ക് തീയിലേക്ക് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ തീവ്രതയനുസരിച്ച് ഈ ജ്ഞാനം ആളിക്കത്തും. അങ്ങനെ ജ്ഞാനമാകുന്ന യജ്ഞം വളരെ ശ്രേഷ്ഠമായി തീരുകയും എല്ലാവിധത്തിലുള്ള കർമ്മഫലങ്ങളും ഈ ജ്ഞാനാഗ്നിയിൽ കത്തിജ്വലിച്ച് ഇല്ലാതായി ഭഗവത്ധാമത്തിലേക്ക് എത്തിച്ചേരാനും സാധ്യമാകും. നമ്മൾ ഈ ജ്ഞാനം കണ്ടെത്തുക തന്നെ വേണം. ഇവിടെ എവിടെയാണ് ഈ ജ്ഞാനം ഇരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഈ ജ്ഞാനം ഇരിക്കുന്നത്. ബഹുമാന്യനായ നൊച്ചൂർജി ഇതിനെക്കുറിച്ചൊരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത്, ഒരിക്കൽ ഒരു മോതിരം തിരയുകയാണ് ഒരാൾ. ആ വീടിന് പുറത്ത് വഴിയിലിറങ്ങി നിന്ന് മോതിരം അന്വേഷിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താണ് അങ്ങ് നോക്കുന്നത്? ഞാൻ എൻ്റെ മോതിരം നോക്കുകയാണ്, എവിടെയോ പോയി. വന്നവരെല്ലാവരും ഈ മോതിരം നോക്കി അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും നോക്കി, എവിടെയും കിട്ടുന്നില്ല. കുറച്ച് പേർ പോയി, അടുത്ത കുറച്ച് പേർ വന്നു, അവരും നോക്കി. ഇങ്ങനെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ മോതിരം അന്വേഷിച്ച് നടക്കുകയാണ് ആ പ്രദേശം എല്ലാവരും. അവസാനം വൈകുന്നേരമായപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ് മോതിരം കളഞ്ഞത്? വല്ല ഓർമ്മയും ഉണ്ടോ? ഇവിടെ തന്നെ ആണോ പോയത് എന്ന് ചോദിച്ചു. അങ്ങ് പറഞ്ഞു, അദ്ദേഹം ആ മോതിരം അന്വേഷിക്കാനായി വന്ന ആൾ പറഞ്ഞു, അല്ല, എൻ്റെ മോതിരം പോയത് മുറിയിലാണ്. പക്ഷേ മുറിയിൽ വളരെ ഇരുട്ടാണ്, അവിടെ നോക്കിയാൽ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വന്ന് അന്വേഷിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ മോതിരം പോയത് ഉള്ളിലാണ്. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു ഉള്ളത് ഇരുട്ടായിട്ടുള്ള ഉള്ളിലാണ്. പക്ഷേ അത് അന്വേഷിച്ച് നമ്മൾ വെളിച്ചത്തിലേക്ക് പുറത്തേക്ക് വരികയാണ്. എവിടെയാണ് കിട്ടുക? മാത്രമല്ല, ഉള്ളിൽ അന്വേഷിക്കുമ്പോൾ വേറെ ആരും ഉണ്ടാവില്ല, താൻ സ്വയമായി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പുറത്തായി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. അന്വേഷിക്കുന്ന വസ്തു ഉള്ളിലാണ് എന്ന് അറിയാതെ എവിടെയോ കിട്ടും എന്ന് തിരഞ്ഞു പിടിച്ച് പോവുകയാണ്. ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം എനിക്ക് എവിടെയാണ് സന്തോഷം കിട്ടുക എന്ന് മറ്റുള്ളവരോടെല്ലാവരോടും കൂടിച്ചേർന്ന് ആഘോഷിച്ച് നടക്കുകയാണ്. പക്ഷെ ആ സന്തോഷം ഉള്ളിലിരിക്കുന്നത് ആണ് എന്ന് മനസ്സിലാക്കണം. ഉള്ളിലാണ് മോതിരം പോയിരിക്കുന്നത്, ഇരുട്ടിലാണ്. വെളിച്ചം കൊണ്ടുവരണം. പുറത്തുനിന്ന് വെളിച്ചം കൊണ്ടുവന്ന് ജ്വലിപ്പിച്ച് അതിനെ തീയായി ആളിക്കത്തിച്ച് അന്വേഷിച്ചാൽ മാത്രമേ ആ മോതിരം ഉള്ളിൽ നഷ്ടമായിരിക്കുന്ന നമ്മുടെ ജ്ഞാനം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഉള്ളിലിരിക്കുന്ന വസ്തുവിന് പുറത്തന്വേഷിച്ച് നടന്നിട്ട് ഒരു ഫലവുമില്ല എന്ന് ചുരുക്കം. ഈ വെളിച്ചം ആരാ കത്തിച്ചു തരിക? അതും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ജ്ഞാനം നമുക്ക് കത്തിക്കാൻ സാധിക്കുക? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിത തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന, അതിനെ അറിയണം. എങ്ങനെ അറിയണം? പ്രണിപാതേന, അധ്യാത്മഗുരുവിനെ സമീപിച്ചറിയണം. അധ്യാത്മഗുരുവിനെ സമീപിച്ച് എന്ത് ചെയ്യണം? പരിപ്രശ്നേന സേവയാ, താഴ്മയോടെ
ചോദിച്ചറിഞ്ഞ് സേവ ചെയ്ത് മനസ്സിലാക്കണം. ഉപദേഷ്യന്തി തേ ജ്ഞാനം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. ഗുരു ജ്ഞാനം ഉപദേശിച്ചു തരും. ജ്ഞാനിന തത്വദർശിനഃ. ആരായിരിക്കണം ഗുരു? തത്വദർശികളായ ആത്മജ്ഞാനികളായിരിക്കണം ഈ ഗുരു. ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പാഷാണ്ടി ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. തത്വദർശിനികളായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് തന്നെ പോകണം. ഈ ജ്ഞാനത്തെ സാഷ്ടാംഗ നമസ്കാരം കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും വഴിയായുള്ള ചോദ്യങ്ങൾ കൊണ്ടും, എങ്ങനെയാണോ പരീക്ഷിത് മഹാരാജാവ് ശുകബ്രഹ്മ മഹർഷിയോട് തനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരിക്കലും ഗുരുവിനെ പരീക്ഷിക്കണമെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും ഒരു ശ്രോതാവിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരാൻ പാടില്ല. എന്താണോ ഗുരുവിന് അറിയാവുന്നത് അല്ലെങ്കിൽ തനിക്ക് അറിയേണ്ടത്, ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നേടാനായിരിക്കണം ഓരോ ചോദ്യങ്ങളും. ഗുരുവിനെ പരീക്ഷിക്കണമെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഷ്യന് ഒരിക്കലും ജ്ഞാനം ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, തൻ്റെ അഹങ്കാരം, അഹന്ത എന്നിവ എല്ലാം തന്നെ മാറ്റിവച്ച് നമ്മൾ ഓരോ ദിവസവും ചൊല്ലുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലേ. എന്താ ശ്ലോകം? ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അജ്ഞാനതിമിരാന്തസ്യ. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. കണ്ണുകളിൽ തിമിരമാണ്, എനിക്ക് യാതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ജ്ഞാനാഞ്ജനശലാകയ. ജ്ഞാനമാകുന്ന, വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നാലും. ചക്ഷുരുന്മീലിതം യേന. ആ കണ്ണുകൾ, ചക്ഷുരുസ് നേത്രങ്ങൾ തുറന്നു തന്നിരിക്കുന്ന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് അറിവില്ലായ്മ ഉണ്ട് എന്ന് ഗുരുവിനോട് പറയണം. എനിക്ക് എല്ലാം അറിയാം, കുറച്ചുകൂടി അങ്ങ് എനിക്ക് തരൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. എനിക്ക് അറിവില്ലായ്മയുണ്ട്, എൻ്റെ കണ്ണുകൾക്ക് തിമിരമാണ്, ഈ തിമിരത്തെ വിജ്ഞാനം കൊണ്ട് ഇല്ലായ്മ ചെയ്തു തരണമെന്നുള്ള അപേക്ഷയോടുകൂടി അവസരം നോക്കി ഗുരുവിനോട് പരിപ്രശ്നേന, താഴ്മയോടെ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആത്മതത്വത്തെ അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികളായ ആളുകളെ ആയിരിക്കണം നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തത്വദർശിനഃ. തത്വദർശികളായിട്ടുള്ള ആത്മാവിനെ അറിഞ്ഞിരിക്കുന്ന അനുഭവമുള്ളവരെ ആയിരിക്കണം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി. എവിടെയാണ് ദൈവം? കാണാനേ സാധിക്കുന്നില്ല. അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് താൻ അന്വേഷിച്ച ഗുരു ഇതാണ് എന്നും തനിക്ക് അറിവ് ലഭിക്കേണ്ടത് ഇവിടെ നിന്നാണ് എന്നും മനസ്സിലാക്കുന്നത്. തൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ് അവസാനം ബോധത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് എത്തുകയാണ് വിവേകാനന്ദ സ്വാമികൾ. അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ തൻ്റെ ശിഷ്യനെ ബോധവൽക്കരിക്കുന്നതിനും ജ്ഞാനം നൽകുന്നതിനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജീവിതം പാഴായി പോകും. ഇങ്ങനെ ജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യജ്ഞാത്വാന പുനമോഹം ഏവം യാസ്യാസി പാണ്ഡവ ഏവം ഭൂതാനി അശേഷേണ ദ്രക്ഷ്യസി ആത്മനോ അധോമയി. യജ്ഞാത്വാന പുനമോഹം. യജ്ഞാത്വ, ഏതൊന്നിനെയാണോ അറിയേണ്ടത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ന പുനമോഹം, മോഹം, പിന്നീട് മായ ഉണ്ടാവുകയില്ല. പിന്നീട് നിന്റെ മനസ്സിൽ മായ കവർ ചെയ്യുകയില്ല. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, താൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് വന്നത്, എന്താണ് തൻ്റെ ജീവിത ലക്ഷ്യം, ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മായ നിന്റെ മനസ്സിൽ നിന്നും നീങ്ങും. ഏവം യാസ്യസി പാണ്ഡവ. ഇപ്രകാരം മായ ബാധിക്കാതെ ഇരിക്കുമ്പോൾ ഏവം ഭൂതാനി അശേഷേണ. ഇപ്രകാരം ജീവജാലങ്ങൾ എല്ലാം പൂർണ്ണമായും ദ്രക്ഷസി, ദർശിക്കും. എവിടെയാണ് ദർശിക്കുക? ആത്മനോ അധോമയി. ആത്മാവിലും പിന്നീട് എന്നിലും ദർശിക്കും. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നിന്റെയും എൻ്റെയും അംശമാണ് എന്ന് നീ മനസ്സിലാക്കും. ഹേ പാണ്ഡവ,
അവർ ഉപദേശിച്ചുള്ള ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ, ആര്? തത്വജ്ഞാനികളായിട്ടുള്ള സ്വന്തം അനുഭവമുള്ള ജ്ഞാനികൾ ഉപദേശിച്ചിട്ടുള്ള ജ്ഞാനത്തെ നീ പ്രാപിച്ചാൽ ഇപ്പോൾ ഉള്ള മോഹമൊന്നും പിന്നെ നിനക്ക് ഉണ്ടാവുകയില്ല. ഇപ്പോൾ അർജുനന് വളരെയധികം മോഹങ്ങളാണ്. എന്തെല്ലാമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നുള്ള ചിന്തകളാണ് അർജുനന്റെ മനസ്സിലിരിക്കുന്നത്. യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല, മനസ്സ് അസ്വസ്ഥമാണ്, അതുകൊണ്ട് കൈകളിൽ ഗാന്ധീവം ഇരിക്കുന്നില്ല, താഴെ ഇരുന്നു പോവുകയാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ തനിക്ക് വിപരീതമായി വരുമോ എന്നുള്ള ചിന്തയാണ് അർജുനന്. ഇപ്രകാരം നിനക്ക് ജ്ഞാനം ലഭിച്ചാൽ, ഇവിടെ നമ്മൾ പ്രത്യേകമായി അറിയേണ്ട കാര്യം, സർവ യോഗത്തിൻ്റെയും യോഗീശ്വരനായിട്ടുള്ള സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനാണ് അർജുനനെ ഉപദേശിക്കുന്നത്. നീ ഒരു ജ്ഞാനിയെ കാണണം. ഇത് ഭഗവാൻ അർജുനന് വേണ്ടിയുള്ള ഉപദേശമല്ല. നമ്മളിൽ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ ഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് ഉപദേശം തരാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തത്വജ്ഞാനികളായിട്ടുള്ള സ്വന്തം അനുഭവം ഉള്ള ആളുകളെ, ഭഗവാനുമായിട്ടുള്ള അനുഭവമുള്ള ആളുകളെ അന്വേഷിച്ച്, ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നായിരിക്കരുത്, ശ്രേഷ്ഠനായ തത്വജ്ഞാനമുള്ള, ബോധമുള്ള, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഗുരുവിൻ്റെ അടുത്ത് നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം മുതൽ അണുവരെയുള്ള സകല ഭൂതങ്ങളെയും ഇവയെല്ലാം എന്നിലിരിക്കുന്നത് എന്നിങ്ങനെ പ്രത്യേകാത്മാവിൽ നീ കാണും. പ്രത്യേകാത്മ എന്ന് പറയാൻ കാരണം ആത്മാവ് 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകാത്മയുണ്ട്, പരകാത്മയുണ്ട്. അതായത് ഇന്ദ്രിയ സുഖ ആകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവ് പരാഗാത്മാവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രത്യേകാത്മാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് പ്രത്യേകാത്മാവായിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞിട്ടുള്ള ആത്മാവ് ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളും എന്നിലാണ് ഇരിക്കുന്നത്. അതായത് ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ എൻ്റെ അംശമാണ്, ആത്മാവായിട്ടുള്ള എൻ്റെ അംശം തന്നെയാണ് ഈ കാണുന്നത് എല്ലാം തന്നെ. അതിനെ അറിഞ്ഞതിന് ശേഷം പിന്നീട് നീ മനസ്സിലാക്കും, ഇവ എല്ലാം തന്നെ പരമാത്മാവായിട്ടുള്ള സർവഭൂതങ്ങളുടെയും നാഥനായ വാസുദേവനിൽ ഇരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കും. ഇപ്രകാരം ജീവ പരമാത്മ തത്വം നീ മനസ്സിലാക്കും അർജുന എന്ന് പറയുകയാണ്. എല്ലാത്തിൻ്റെയും ജ്ഞാനം എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളും അർജുനനിൽ തന്നെയാണ്, തൻ്റെ ആത്മാവിൽ തന്നെയാണ്, തൻ്റെ ആത്മാവിൻ്റെ അംശം പോലെ തന്നെയാണ്. ഈ ആത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. സകല ജീവജാലങ്ങളും ഉറവിടം ഭഗവാനാണ്, പരമാത്മാവാണ്, ഞാനാണ് എന്ന് നീ മനസ്സിലാക്കും അർജുന. ജ്ഞാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള വിഷയ അനുഭൂതികളുണ്ട്. ഈ അനുഭൂതികളെ അടക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇതെല്ലാം സ്വന്തം വാസനയുടെ പ്രിയ അപ്രിയങ്ങൾക്ക് ഫലമായിട്ടാണ് ഈ എല്ലാ തരത്തിലുള്ള വിഷയ അനുഭൂതികളും ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു സാധനം നല്ലതാണ് എന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് പോവുകയുള്ളൂ. മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അതിലേക്ക് പോവുകയില്ല. ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം തന്നെ നല്ലതാണ് എന്നുള്ള തോന്നൽ ഉളവാകുന്നത് കൊണ്ടാണ്, ഇത് യഥാർത്ഥമാണ്, ഇതിന് സ്വാദുണ്ട്, രുചിയുണ്ട്, മണമുണ്ട് എന്നിങ്ങനെയുള്ള തോന്നൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കതിൻ്റെ പുറകെ പോകാൻ തോന്നുന്നത്. ഇത് മായയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ അതിന് സ്വാദില്ല, രുചിയില്ല, ഇതെല്ലാം തന്നെ ആത്മാവിൻ്റെ അനുഭവമാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോവില്ല. ഞാനൊരു കാര്യം ഓർമ്മ വരികയാണ്. പണ്ട് എൻ്റെ അനിയത്തി 23 വർഷത്തോളം കൂണ് കറി കഴിക്കില്ലായിരുന്നു. ഒരുപാട് നല്ല സ്വാദ് ഉള്ള രീതിയിലാണ് അമ്മ ഉണ്ടാക്കുക. ഇവള് എന്ത് ചെയ്ത ഈ കറി കഴിക്കില്ല. ഇത് വളരെ സ്വാദ് ഇല്ലാത്തതാണ്, സ്വാദ് പോലും നോക്കിയിട്ടില്ല ജീവിതത്തിൽ. 23 വയസ്സ് വരെ കൂണ് കറിയുടെ സ്വാദ് പോലും നോക്കിയിട്ടില്ല. ഇത് വളരെ മോശമാണ്, കൂണ് കറിയാണെങ്കിൽ അന്ന് ഊണ് പോലും കഴിക്കില്ല. പിന്നീട് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസം ഈ കൂണ് കറി സ്വയം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. വളരെയധികം കൂണ് ഇടിമിന്നലേറ്റ് കിട്ടുന്നു. ഇതുണ്ടാക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാനായി കൈവെള്ളയിൽ വെച്ച് ഉപ്പ് നോക്കുന്ന സമയത്താണ് ഇതിന് സ്വാദുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് കൂണ് കറി വളരെ പ്രിയമായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളാണ്, സ്വന്തം വാസനയുടെ പ്രിയാപ്രിയങ്ങളാണ്
ഇതിൻ്റെ പുറകെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇത് മോശമാണ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണമെന്നോ കഴിക്കണമെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്, അതിനിങ്ങനെ ഒരു സുഖമുണ്ടെന്നുള്ള തോന്നലുകളാണ് നമ്മൾ ഈ മായയുടെ പുറകെ പോകുന്നത്. ഇതിന് സുഖമില്ല എന്ന് നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള മായകളും എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും നമുക്ക് അടക്കാവുന്നതേ ഉള്ളൂ. വെറും തോന്നലുകൾ മാത്രമാണ് ഇതിൻ്റെ പുറകെ നമ്മൾ പോകാനും വലിച്ചിഴച്ച് കൊണ്ടുപോകാനുമുള്ള എല്ലാവിധ കാരണങ്ങളും. പ്രിയങ്ങൾക്ക് നിരക്കുന്ന രീതിയിലുള്ള സങ്കല്പം കൊണ്ട് മനസ്സ് തന്നെ നിർമ്മിക്കുന്ന ഈ മോഹങ്ങളെ സ്വരൂപജ്ഞാനം ഉണ്ടാകുമ്പോൾ, ബുദ്ധി ഭ്രമിക്കാതിരിക്കുമ്പോൾ, ഈ മോഹങ്ങളെല്ലാം മായയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, താൻ ഭഗവാന്റെ അംശമാണ് എന്നും ഈ കാണുന്ന വസ്തുക്കൾ എല്ലാം തന്നെ തൻ്റെ അംശം പോലെ തന്നെ ഭഗവാന്റെ അംശങ്ങളാണ് എന്നും മനസ്സിലാക്കുന്ന ഒരുത്തൻ ജ്ഞാനിയായി മാറുകയും ഈ ജ്ഞാനത്തിൽ സകല വിധത്തിലുള്ള കർമ്മഫലങ്ങളും ലയിച്ച് അല്ലെങ്കിൽ കത്തി ഭസ്മമായി, എങ്ങനെയാണോ കർപ്പൂരം അഗ്നിയിൽ ഭസ്മമാകുന്നത് എന്നതുപോലെ ഭസ്മമായി തീരുമ്പോൾ ഒരുത്തൻ ജ്ഞാനിയാകുന്നു, അവന് മോക്ഷം ലഭിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെയും അർജുനന് പറഞ്ഞു കൊടുത്തത്. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.